ഇന്ന് നമ്മൾ ബുള്ളിയൻ നോട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചാട്ടോ ചെയ്യാൻ പോകുന്നത്. ഇത് പഠിച്ച സമയത്ത് എനിക്ക് ഈ സ്റ്റിച്ച് എത്ര ചെയ്താലും ശരിയാകത്തില്ലായിരുന്നു കേട്ടോ. അതായത് എത്ര ട്രൈ ചെയ്താലും എങ്ങനെ നോക്കിയാലും എനിക്ക് ഒരു തരത്തിലും ഇത് ശരിയാകത്തില്ലായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു ഒരു ഐഡിയ കിട്ടി. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഐഡിയയിലാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക്, അതായത് എനിക്ക് തോന്നിയ ആ ഐഡിയയിലുള്ള ഈ രീതിയിലാണ് ഈ സ്റ്റിച്ച് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ സാധാരണ എല്ലാ സ്റ്റിച്ചും ചെയ്യുന്ന പോലെ അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തു. എന്നിട്ട് ആ കുത്തിയെടുത്തതിൻ്റെ തൊട്ട് താഴോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ കുത്തിയെടുത്തില്ലേ ആ ഭാഗത്തോട്ട് വീണ്ടും നമ്മൾ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുത്തിയെടുത്തു. ഇനിയാണ് നമ്മൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഈ നീഡിൽ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഉള്ള രീതിയിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ നീഡിൽ ഇങ്ങനെ കുത്തി നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഈ നീഡിൽ ത്രെഡ് കോർത്തെടുത്തുള്ള ചുറ്റി എടുത്തുള്ള സ്റ്റിച്ചായിട്ടോ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നീഡിൽ പതുക്കെ ഇങ്ങനെ വലിച്ചിട്ട്, ഇത് കണ്ടോ, ഇപ്പോൾ ഈ താഴ്ഭാഗത്തുനിന്ന് ആ നീഡിൽ വിട്ടു പോകുന്നല്ലോ, ഇപ്പം മേളിലുള്ള ചെറിയ സപ്പോർട്ട് മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരലുകൊണ്ട് ഈ നീഡിലിൻ്റെ അടിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഈ നീഡിലിൽ ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് എത്ര പ്രാവശ്യം ചുറ്റണം എന്ന് ചോദിച്ചാൽ ഈ താഴ്ഭാഗത്തൊരു ഗ്യാപ്പ് ഇല്ലേ, നമ്മൾ ഈ കുത്തിയെടുത്തതിൻ്റെ ഇതാണ്ട് ഈ കാണുന്ന ഗ്യാപ്പ്, ഇത് കണ്ടോ, ഇതിങ്ങനെ ഫില്ലാവുന്ന രീതിയിൽ എത്ര പ്രാവശ്യം ഈ നീഡിൽ നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റി എടുക്കേണ്ടി വരുമോ അത്രയും നമ്മൾ ചുറ്റിയെടുക്കുക. നമ്മളിങ്ങനെ ഇത് ഏകദേശം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ ഇത്രയും മതി, ഇത് കവർ ചെയ്യാൻ ഇത്രയും ചുറ്റൽ മതി എന്ന് തോന്നുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ, ഇത്രയും ചുറ്റലല്ലേ വേണ്ടി വരും ഇത് ഫില്ല് ചെയ്യാമെന്ന്. അത്രയും നമ്മൾ ഈ നീഡിൽ ഇങ്ങനെ ചുറ്റി എടുക്കുക. ഇത് കേട്ടോ, ഇതുപോലെ ചുറ്റി എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഈ ചുറ്റി എടുത്തതല്ല നമ്മൾ ഈ നീഡിലെ ഇത് കണ്ടോ ഈ താഴ്ഭാഗത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെക്കണം. ഒത്തിരി ടൈറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ, ഒത്തിരി പ്രസ് ചെയ്ത് പിടിക്കരുത്. എന്നിട്ട് പതുക്കെ നമ്മൾ ഈ നീഡിൽ ഇങ്ങനെ തിരിച്ചെടുക്കണം. ഒറ്റ വലിക്ക് ഈ നീഡിൽ വരത്തില്ല, കാരണം നമ്മൾ ഇത്രയും ത്രെഡ് ഇതിനകത്ത് ചുറ്റി വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ പതുക്കെ തിരിച്ച് ഇങ്ങനെ പതുക്കെ എടുക്കണം. അപ്പോഴും നമ്മുടെ ഇടത് കൈയിൽ നമ്മൾ ചുറ്റിയെടുത്ത ആ ത്രെഡ് അവിടെ സേഫായിട്ട് നിൽക്കണം കേട്ടോ. കാരണം നമ്മൾ ആ കൈ വിട്ടു പോകരുത്. വിട്ടു പോകുമ്പോൾ ആ സ്റ്റിച്ച് മൊത്തം ചിലപ്പം അഴിഞ്ഞു പോകും. നമ്മളത് ചെയ്തെടുക്കുമ്പോൾ അത്രയും ഭംഗി കിട്ടത്തില്ല. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പതുക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്കൊരു സ്റ്റിച്ച് കിട്ടും. ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മുടെ അമ്മമാരുടെ ബ്ലൗസിലൊക്കെ ഈ ഹുക്ക് ഇടാൻ വേണ്ടിയിട്ട് തയ്ച്ച് തരുന്ന ചേച്ചിമാർ ചെയ്തിരുന്ന ഒരു സ്റ്റിച്ചാട്ടോ അത്. അന്ന് ഇങ്ങനെയുള്ള പേരൊക്കെ അതിനുണ്ടായിരുന്നോ എന്നറിയത്തില്ല. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സ്റ്റിച്ചുകളുണ്ടല്ലോ, നമ്മൾ പഠിച്ചതും പഠിക്കാത്തതും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് സ്റ്റിച്ചുകളുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും അല്ലെ കുറച്ച് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതും ഒക്കെ രീതിയിലുള്ള ഒരുപാട് നല്ല സ്റ്റിച്ചുകളുണ്ട് കേട്ടോ. പിന്നെ എന്ത് കാര്യവും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു അഭിമാനമല്ലേ, അയ്യോ ഇത് ഞാൻ ചെയ്തതാണല്ലോ, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഓർത്തൊരു അഭിമാനം തോന്നത്തില്ലേ. അതുകൊണ്ടാട്ടോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും അല്ലെ ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ പറഞ്ഞു തരുന്നതും കുറച്ചുകൂടി ഈസി ആക്കുന്ന രീതിയിലുള്ള വേ ഒക്കെ ആട്ടോ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ തോന്നിയ ബുദ്ധിമുട്ടുകൾ പിന്നെ ചെയ്ത് വന്നപ്പോഴും പിന്നെ ഓരോ ഐഡിയ അതിനകത്ത് കൊണ്ടുവന്നപ്പോഴും അത് മാറിയത്. അതുകൊണ്ടാട്ടോ എൻ്റെ രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ചിലപ്പം ഇതിനെക്കാട്ടിലും ഈസി ആയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്ന വേ ആട്ടോ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ്. ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ബുള്ളിയൻ റോസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്, അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്.